101% VDS വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാവരും പൊന്നാനിക്കാരും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, എല്ലാ UDFിൻ്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും എല്ലാവരും ആഗ്രഹിക്കുന്നത് VDS വരണമെന്നാണ്. പറയാൻ കാരണം തളർന്നിരിക്കുന്ന ഒരു കോൺഗ്രസിനെ ഉൾമുനയിൽ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന വിജയം. അതുകൊണ്ട് 100% VDS വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. UDFിൻ്റെ വിജയമാണ്. ഒരാളെ മാത്രമല്ല, ഇവിടെ നൗഷാദ് അലി വിളിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അഹങ്കാരത്തോട് പറയും എനിക്ക് നൗഷാദ് അലിനെ അറിയാലോ എന്ന് പറയും. പക്ഷേ എല്ലാവർക്കും ഈ കോള് പോയിട്ടുണ്ട്. അത് KPN ഒരു പവറാണ്. അങ്ങനെയല്ല, ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ലൊരു പ്ലെയർ വന്നിട്ട് നല്ലൊരു ഗ്രൗണ്ടായിരുന്നു ഇത്. പക്ഷേ ഈ ഗ്രൗണ്ടും പിച്ചും ഒന്നും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ബാറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ആൾക്ക് കറക്റ്റ് പിച്ചും കാര്യങ്ങളും എല്ലാ സാധനവും വെതർ റിപ്പോർട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് KPN ഇവിടെ ബാറ്റ് ചെയ്തിട്ടുള്ളത്. അയാളൊരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല. ഞങ്ങളിവിടെ ഉറപ്പിച്ച് പറയണത് ഇതാ, ഈ തെരഞ്ഞെടുപ്പോട് കൂടി ചുവപ്പ് മായഞ്ഞ് ഇവിടെ ത്രിവർണവും ഹരിത പതാകയും പാറിപ്പറക്കാൻ പോവുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരെയുള്ള ജനങ്ങളുടെ രോഷമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയിൽ പ്രതിഷേധിച്ച് CPMകാർ പോലും UDFിന് വോട്ട് ചെയ്തു എന്നതുകൊണ്ടാണ് KP നൗഷാദ് അലിയുടെ ഈ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർക്കും ഞങ്ങൾ അഭിവാദ്യം അർപ്പിക്കുകയാണ്. നൗഷാദ് അലി തന്നെ ഇവിടെ ഒരുപാട് 2 വർഷങ്ങളായി ത്യാഗം ചെയ്യുന്നത്. ജനങ്ങളെ കണ്ണുനീരൊപ്പിട്ടും പാവപ്പെട്ട ക്യാൻസർ രോഗികളും ഒരുപാട് പാവപ്പെട്ടവൻ്റെ വിഷയത്തിൽ അസുഖബാധിതരേക്കും എല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റിവെച്ചതിന് ഇനി പിണറായി വിജയനിക്ക് റെസ്റ്റ് എടുക്കലാണ് ആവശ്യം. അദ്ദേഹത്തിൻ്റെ 10 കൊല്ലത്തെ കിരാത ഭരണം ഈ ജനങ്ങൾ വിധി എഴുതി ഇവിടെ നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന് ഇനി അങ്ങനെ MLA ആയിട്ടാണ് ഇനി കാണിക്കാം. ഇനി പൊന്നാനിൻ്റെ വികസനം മാറി മറിയാൻ പോവാണ്. ഒരുപാട് സംഗതി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതാണ് ഈ വിജയം. ഞങ്ങളെ മന്ത്രി തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് പൊന്നാനിക്ക്. അത് നടത്തി കഴിഞ്ഞിരിക്കണ 3 വർഷമായിട്ട്. ബാക്കി വരാൻ പോണതൊക്കെ ഇനി കണ്ടറിയാം. എല്ലാവർക്കും കാണാൻ പോണത് ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരും. ഇവിടെ വന്നിട്ട് അയാൾ ജയിച്ച് അപ്പോൾ ഈ വെള്ളപ്പള്ളിയും മറ്റ് PC ജോർജൊക്കെ പറയുന്ന ആ കാര്യം കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തുക. മലപ്പുറം ജില്ലയാണ് 16-16 ഇൻക്ലൂഡ് ജയിക്കണം. ആരാണ് വർഗീയവാദികൾ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് മറ്റുള്ളവരെല്ലാം നാട്ടുകാരാണ്. നാട്ടുകാരാണ്. കേരളം കണ്ടിട്ടുണ്ട് പ്രത്യേക ഒരു വിജയമാണത് VS ജോയിയുടെ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ലാത്തൊരു മണ്ഡലത്തിൽ നിന്നും VS ജോയ് വിജയിക്കുക എന്നുള്ളത് മലപ്പുറത്തുകാരുടെ സ്നേഹത്തിൽ കറക്റ്റ്. അത് തന്നെയാണത്. പൊന്നാനി പിടിച്ചെടുത്തിരിക്കുക. അതൊക്കെ പൊന്നാനി പിടിച്ചെടുത്തിരിക്കുക. തവനൂര് പിടിച്ചെടുത്തിരിക്കുക. 16-16 ഇനിയൊക്കെ പൊന്നാനി തീർച്ചയായിട്ടും UDFിൻ്റെ തരംഗമാണ്. ഇക്കുറി കേരളം മൊത്തവും യുവജന പ്രതീക്ഷയുള്ള ഏറ്റവും വലിയ നേതൃസ്ഥാനം PD സതീശൻ്റെ മുന്നിൽ ഈ പൊന്നാനി അടക്കം എല്ലാ മേഖലയും UDF തകർത്തിരിക്കും, പിടിച്ചിരിക്കും, ഉറപ്പാണ്. ജയ് KPF. നൗഷാദ് അലിക്ക് ഒരു പിൻഗാമിയായിട്ടുണ്ടായിരുന്ന ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിലെ ജലവിഭാഗ മന്ത്രി MP ഗംഗാധരൻ ജയിച്ചതിന് ശേഷം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നൗഷാദ് അലി ഇവിടെ കാലെടുത്ത് വെക്കുന്നത്. 2.5 വർഷക്കാലം നൗഷാദ് അലി ഇവിടെ ഈ പൊന്നാനിയുടെ മുക്കും മൂലകളിലും എല്ലാം നടന്ന് പരിശോധിച്ച് പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന തീരദേശ മേഖല 2014 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 815 മീറ്റർ കല്ലിട്ടതല്ലാതെ അതിനുശേഷം ശ്രീരാമകൃഷ്ണൻ 2 തവണ ഇവിടെ MLA ആയിട്ടുണ്ടായിരുന്നു. 1 വർഷം നന്ദകുമാർ MLA ആയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് പാലടി മുഹമ്മദ് കുട്ടി MLA ആയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നൗഷാദ് അലി ഇവിടെ ചെയ്തു കൊടുക്കുകയുണ്ടായി.